ഇന്നത്തെ ബസ് സമരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ബസ് സമരം അവർ ചെയ്യുന്നത് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യമായിരിക്കും ആദ്യം പറയുന്നത്. അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഓർഡിനറി നിരക്ക് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഫാസ്റ്റ് പാസഞ്ചർ എക്സ്പ്രസ് എല്ലാ നിരക്കുകളും വർദ്ധിപ്പിച്ച് ടിക്കറ്റ് വർധനവിൻ്റെ യഥാർത്ഥ ഗുണം KSRTCക്കാർക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആവശ്യം ബസ് ഉടമകൾ ഉന്നയിക്കുന്നില്ല. അവരാകെ ആവശ്യപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ നിരക്ക് 50% ആക്കണമെന്നാണ്. അതായത് മിനിമം 5 രൂപ ആക്കണമെന്നാണ് അവരുടെ 11 വർഷമായിട്ട് അത് കൂട്ടിയിട്ടില്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ശരിയുമാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് യാത്രക്കാരെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ഡെയിലി വേജിന് പോകുന്ന ആളുകളുണ്ട്. അതായത് ഡെയിലി ഒരു 500 രൂപയ്ക്ക് താഴെയൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരുണ്ട്. അവരെ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സമരം ബാധിക്കുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ 2 വീലർ ഉണ്ടാവും. അവരതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുകയും ചെയ്യും.